ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ ചാനൽ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ ഈ നമ്മുടെ ചാനൽ തീരെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു കണ്ടന്റ് ആയിരുന്നു. പക്ഷേ അതിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് വന്നതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് കണ്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ യൂട്യൂബ്, ഇതുപോലത്തെ സോഷ്യൽ മീഡിയ യൂണിവേഴ്സ്, ഇതിന് തന്നെ പാരലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാരൽ യൂണിവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവർക്ക് അത്ഭുതമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ആ ഒരു യൂണിവേഴ്സിലെ ഒരു ഇൻഫ്ലുവൻസറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തൊപ്പി അഥവാ മുഹമ്മദ് നിഹാദ്. ഈ തൊപ്പി എന്ന വ്യക്തി ലൈവ് സ്ട്രീമിങ്ങും അതേപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. തൊപ്പി ഒറ്റയ്ക്കല്ല ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, കൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, യുവാക്കളും ഉണ്ട്. അവരൊരു 7 പേര് ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ലൈവ് സ്ട്രീമിങ്ങും വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരാണ് ഈ ഒരു പാരലൽ യൂണിവേഴ്സിലെ ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തൊപ്പി ആൻഡ് ഗ്യാങ്, ഒരു 7 പേരുണ്ട് എന്ന് പറഞ്ഞ ഗ്യാങ്, അവർ സ്പ്ലിറ്റായി. അല്ലെങ്കിൽ 2-3 പേര് അവർ ആ ഗ്യാങ് തൊപ്പീനായിട്ട് കുറച്ച് പ്രശ്നങ്ങളാവുകയും അവർ ആ ഗ്യാങ്ങിന് സ്പ്ലിറ്റായി പോവുകയും ചെയ്തു. സ്പ്ലിറ്റായി പോയതിന് ശേഷം മാത്രം ഇവർ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ ലൈവ് വീഡിയോസിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഗ്യാങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. തൊപ്പിയിൽ നിന്ന് സ്പ്ലിറ്റായി പോയ ആൾക്കാർ അവർ തൊപ്പിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് മറുപടി എന്നോണം തൊപ്പി തിരിച്ചും മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഈ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും ചെറുതല്ല. അവൻ എന്നെ കളിയാക്കി അല്ലെങ്കിൽ ഇവൻ എന്നെ ദ്രോഹിച്ചു എന്ന രീതിയിൽ മാത്രമല്ല ഇവർ തമ്മിലുള്ള ആരോപണങ്ങൾ. അതായത് ഈ സ്പ്ലിറ്റ് ആയപ്പോഴാണ് എല്ലാവരും ഈ രഹസ്യങ്ങൾ, പരസ്പരമുള്ള രഹസ്യങ്ങൾ പുറത്തുവിടുന്നത്. ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഡ്രഗ് യൂസ്, അതേപോലെ സെക്ഷുവൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അതുപോലെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ റൂമിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ഈ ഒരു പരസ്പരമുള്ള ആരോപണങ്ങളിൽ അവർ മെയിനായിട്ട് ഉന്നയിക്കുന്നത്. ഇതാണ് എന്താ അറിയാനോ മനസ്സിലായിട്ടുണ്ടാവില്ലേ? എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ പേരിൽ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന DGPക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ മുകളിൽ ഒരു അന്വേഷണത്തിന് DGP ഉത്തരവിറക്കിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം. പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവ്. ദൃശ്യം സിനിമയുടെ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂവിനെ പറയാം. കാരണം ഈ ഒരു ഗ്യാങ്ങിൽ എല്ലാവരും ക്രൈം ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് ആരോപണങ്ങൾ പറയുന്നത് അന്ന്. പക്ഷേ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ രീതിയിലുള്ള ബെനിഫിറ്റോ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ കഥയൊന്നും ആരും അറിഞ്ഞില്ല. ഇതിൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ കാണിച്ചതാണ് എല്ലാ ഈ തെമ്മാടിത്തരങ്ങളും. അപ്പോഴൊന്നും ഇവർക്ക് പരസ്പരം പ്രശ്നങ്ങളില്ല, പരസ്പരം ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു, അവർ തമ്മിൽ സ്പ്ലിറ്റായി. ആ ഒരു സ്പ്ലിറ്റായതിനു ശേഷം മാത്രമാണ് ഇവർ ഈ പരസ്പര ആരോപണങ്ങൾ പറയാൻ തുടങ്ങിയത്. ഈ കാട്ടിക്കുട്ടി എല്ലാതരം തെമ്മാടിത്തരങ്ങളും പുറത്തേക്ക് അറിയാൻ തുടങ്ങിയതും. ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ആയിട്ടില്ല, ഈ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നിട്ടില്ല, ഇവർ തമ്മിൽ അടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കാട്ടിക്കുട്ടിയെ ഈ എല്ലാ ആൻറ്റി സോഷ്യൽ എലിമെൻസും ഈ എല്ലാ തെമ്മാടിത്തരങ്ങളും ഇപ്പോഴും ആ ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ തന്നെ സീക്രട്ടായിരുന്നേനെ. ഈ തൊപ്പിയാൻ ഗ്യാങ്ങിൻ്റെ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് യങ്സ്റ്റേഴ്സാണ്. ടീനേജ്, സ്കൂളിൽ പോകുന്ന പിള്ളേർ, അതുപോലെ കോളേജിൽ പോകുന്ന ഒരു ഗ്യാങ്, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മെയിനായിട്ട് ഇവരുടെ ഒരു ഫാൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൊപ്പി ആൻഡ് ഗ്യാങ് ഇവർ എന്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഉത്തരമില്ല. കാരണം അവർ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പരസ്പരം കുറേ വീഡിയോസ് ലീക്കാക്കി വിട്ടിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടാൽ തന്നെ നമ്മളൊക്കെ ഇവരെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആ വീഡിയോസ് അറപ്പോടുകൂടിയേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോസ് ഇവരെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ പറഞ്ഞ് മനസ്സിലാക്കും. എന്തായാലും ഈ ഒരു കേസിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ. ഈ പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം കഴമ്പുള്ളതാണോ ഇല്ലയെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെ.